ഇപ്പോൾ 2023 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ ഏവരെയും അത്ഭുതപ്പെടുത്തിയ നേട്ടങ്ങളിൽ ഒന്നായിരുന്നു പാലക്കാട്ടുകാരിയായ അധ്യാപിക ബീന ആർ ചന്ദ്രന്റേത്. മികച്ച നടിയായി ഉർവശിക്കൊപ്പം നാടക പശ്ചാത്തലമുള്ള ബീന ആർ ചന്ദ്രൻ കൂടി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അത് നാടകരംഗത്തിന് കൂടിയുള്ള അംഗീകാരമായി മാറുകയായിരുന്നു. ഇപ്പോൾ ബീന ടീച്ചറെ പുരസ്കാരത്തിന് അർഹയാക്കിയ തടവ് ഇപ്പോൾ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. 2023 ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ ഏവരെയും ഞെട്ടിച്ച ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് മികച്ച നടിക്കുള്ള പുരസ്കാരം ഉർവശിക്കൊപ്പം പങ്കിട്ടത്. അവരോടൊപ്പം തന്നെ അവാർഡ് ഏറ്റുവാങ്ങിയതിൽ ഒരു പാലക്കാട്ടുകാരിയും ഉണ്ടായിരുന്നു, ഒരു അധ്യാപികയും ഉണ്ടായിരുന്നു. അവരിപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ആ സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ്. അങ്ങനത്തെ ഒരു സന്തോഷം കൂടിയുണ്ട്. ഒരു പട്ടാമ്പിക്കാരൻ തന്നെയാണ് അതിൻ്റെ സംവിധായകൻ എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം. എന്തായാലും ബീന ആർ ചന്ദ്രൻ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്തായാലും 21-ാം തീയതി സിനിമ തടവ് ആളുകളിലേക്ക് എത്തുകയാണ്. എത്രത്തോളം സന്തോഷം ടീച്ചറെ സംബന്ധിച്ചിടത്തോളം? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എല്ലാവരും ആളുകൾ നാടൊട്ട്, അതുപോലെ അധ്യാപക സമൂഹം, എൻ്റെ നാടക സുഹൃത്തുക്കൾ, കുട്ടികളെല്ലാവരും കാത്തിരിക്കുകയാണ് ഇത് കാണാനായിട്ട്. പിന്നെ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ആളുകൾ ഇതുവരെ റിലീസാവാത്തൊരു സിനിമയ്ക്ക് അവാർഡോ എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ അഭിനയം എന്തെന്ന് കാണിച്ചു കൊടുക്കാൻ ഒരു മാർഗ്ഗം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ തടവ് എന്നുള്ള സിനിമ അത് കുറച്ച് കാലങ്ങൾ തടവിൽ തന്നെയായിരുന്നു. ഇപ്പോൾ അതിനൊരു മോചനം കിട്ടാൻ പോവുകയാണ് എന്നുള്ളത് വല്ലാത്തൊരു സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷം. തടവ് ഒരു സ്ത്രീപക്ഷ സിനിമയാണോ? എന്താണ് അതിൻ്റെ ഒരു പശ്ചാത്തലം? പ്രൊമോ ഒക്കെ കാണുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് സ്വാഭാവിക അഭിനയം എന്നുള്ളത് എത്രത്തോളം നമുക്ക് എത്ര എക്സ്ട്രീമിൽ അത് കാണിക്കാൻ പറ്റുമോ അങ്ങനെ ആണ് അതിൻ്റെ പ്രൊമോയിൽ അനുഭവപ്പെട്ടത്. എന്താണ് തടവ്? മാനസികമായി ഒരുപാട് സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു സ്ത്രീ എങ്ങനെ സ്വയം പിടിച്ചു നിൽക്കണം തന്നെയാണ് അത് പറയുന്നത്. സ്വയം തടവിലാക്കി സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുക എന്നുള്ളൊരു, അതാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിന് ഡയറക്ടർ എങ്ങനെയാണ് അതിന്, പിന്നെ എന്താണോ കാണികൾക്ക് കിട്ടുന്നത്, സിനിമ റിലീസാകുമ്പോൾ ആളുകൾ എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത് അതുപോലെ കാണട്ടെ. ആൾക്ക് എത്രത്തോളം ഒരു അഭിമാനമുണ്ട്. ഇപ്പം ടീച്ചറെ ഒരു പ്രധാന കഥാപാത്രമൊക്കെ ഒരു സിനിമ ചെയ്യുന്നു, അത് എത്രമേൽ അംഗീകരിക്കപ്പെടുന്നു. നടി ഉർവശിക്കൊപ്പം തന്നെ അതിനൊരു അംഗീകാരം കൂടി കിട്ടുന്നുണ്ട്. താങ്കൾക്കും ഒരു അംഗീകാര ലബ്ധിയുണ്ട്. എത്രത്തോളം സന്തോഷം ഉണ്ടായിരുന്നു ഈ തടവിന് ശേഷമുള്ള അനുഭവങ്ങളിൽ? മിക്ക ആളുകളുടെയും ആദ്യ സിനിമയാണ്. അപ്പോൾ ആ സിനിമയ്ക്ക് ഇങ്ങനൊരു അംഗീകാരം കിട്ടുന്നതിൽ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഞാൻ ടീച്ചറാണെങ്കിലും അനിത ടീച്ചറാണെങ്കിലും സുബ്രേട്ടനാണെങ്കിലും ഈ ലീഡ് ആക്ടേഴ്സ് ഓൾറെഡി അവരെ മനസ്സിൽ കണ്ടാണ് ഇത് സെറ്റ് ഡിസൈൻ ചെയ്തത്. അപ്പോൾ അവരെ വെച്ചിട്ട് നമുക്ക് സിനിമ ചെയ്യാൻ പറ്റി. അതിന് ഈ പറഞ്ഞ പോലെ കുറേ അവാർഡ്സ് കിട്ടി. അപ്പോൾ തിയേറ്ററിൽ വരാൻ പോകുന്നു. അപ്പോൾ സന്തോഷമാണ്. ഞങ്ങളെല്ലാവരും നേരിട്ടിട്ടുള്ള ഒരു ചോദ്യം തന്നെയായിരിക്കില്ല, അതായത് എങ്ങനെയാണ് റിലീസ് ചെയ്യാത്തൊരു സിനിമയ്ക്ക് അവാർഡ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റും എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളെല്ലാവരും അഭിമുഖീകരിച്ചിട്ടുണ്ടാവുക. അതെ, അത് ഈ സിനിമ എങ്ങനെ കാണാൻ പറ്റും, ഇത് റിലീസ് എപ്പോഴാണ്? അപ്പോൾ നമ്മളാണെങ്കിൽ കുറച്ച് കാലം ഇതിങ്ങനെ റിലീസ് ചെയ്യാനുള്ളൊരു പ്ലാനിങ്ങിലാണ്. പിന്നെ എല്ലാവരും പുതിയ ആൾക്കാരായതുകൊണ്ട് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും തിയേറ്ററൊക്കെ ആണെങ്കിലും. പക്ഷേ ഇപ്പോൾ എല്ലാം സോർട്ട് ചെയ്ത് ആൾക്കാരിലേക്ക് എത്താൻ പോവുകയാണ്. ടീച്ചറെ, നാടക പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഇപ്പോൾ സിനിമ ഒരു ഭാഗത്തുണ്ട് എന്നിരിക്കുകയും നാടക പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് അതിന്? നാടകത്തിലൂടെ ഞാൻ സിനിമയിലെത്തി. സിനിമയുടെ അംഗീകാരം കൊണ്ട് എൻ്റെ ഒരു ഏകപാത്ര നാടകമുണ്ട്, ഒറ്റഞ്ഞാവൽ മരം. അത് അവാർഡ് പ്രഖ്യാപനത്തിൻ്റെ 6 മാസം മുന്നേ ഡിസൈൻ ചെയ്തതായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ഒരുപാട് അനുമോദനം, മുഖ്യാതിഥി, ഉദ്ഘാടനം അങ്ങനെ പോവുകയാണ്. അപ്പോൾ ചിലവർ നാടകം ആവശ്യപ്പെടുന്നു. അപ്പോൾ എൻ്റെ നാടകം 45ഓളം വേദികൾ അരങ്ങേറി. അപ്പോൾ അത് എൻ്റെ കൂടെ നാടകം കൂടി ഇങ്ങനെ വളർന്നു വരുന്നു സിനിമയ്ക്കൊപ്പം. അതൊരു സന്തോഷമുള്ള കാര്യം. എന്തായാലും ഈ അധ്യാപികയ്ക്ക്, ഈ പട്ടാമ്പിക്കാരിക്ക് ഒരു അംഗീകാരം നേടിത്തന്ന സിനിമ അത് വലിയ സ്ക്രീനിലേക്ക് എത്തുകയാണ്. IFFKയിലൊക്കെ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് എന്നിരിക്കുകയും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കൂടി ഈ സിനിമ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഒരുങ്ങുകയാണ്. ഫെബ്രുവരി 21-നാണ് സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത്. അപ്പോൾ എല്ലാവിധത്തിലുള്ള ആശംസ. ഉർവശി ചേച്ചിക്കൊപ്പം തന്നെ അവാർഡ്, സംസ്ഥാന അവാർഡ് പങ്കിട്ട മികച്ച നടിക്ക് നമുക്ക് നേരാം, ആ ടീമിന് നേരാം. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. ബീന ടീച്ചർക്ക് ആശംസകൾ.